നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 70. വല്യേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞിറങ്ങിയെങ്കിലും ജയ്യുടെ മനസ്സിൽ വല്ലാത്തൊരു ആശങ്കയായിരുന്നു. എന്തോ അവന് വല്ലാണ്ട് വേദനിക്കുന്നത് പോലെ തോന്നി. താൻ കരുതിയതുപോലെ ഒരാളല്ല തൻ്റെ ഭാര്യ. അവൾ തന്നോട് കാണിച്ച അഹങ്കാരം അധികമൊന്നും ആയിട്ടില്ല എന്ന് പോലും അവന് തോന്നി. അങ്ങനെയൊരു പെണ്ണ് എങ്ങനെ തൻ്റെ ഭാര്യയായി? അവൻ്റെ ചിന്തകൾ വീണ്ടും വീണ്ടും അവനെ ചിന്തിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഒരു കോടീശ്വരിയായ പെണ്ണ്, തന്നെപ്പോലൊരു സാധാരണക്കാരൻ്റെ ഭാര്യ. അവന് എത്ര ആലോചിച്ചിട്ടും ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ കുടുംബം തന്നോട് കാണിക്കുന്ന സ്നേഹം, അതിന് താൻ അർഹയാണോ? താനെങ്ങനെ അങ്ങനെയൊരു കുടുംബത്തിൽ ചെന്നുപെട്ടു? ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ എല്ലാം കർത്താവിൻ്റെ കളികളായിരിക്കാം. അല്ലെങ്കിൽ തന്നെപ്പോലൊരു സാധാരണക്കാരന് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു ബന്ധം. എത്രയൊക്കെ നിഷേധിച്ചാലും പേരിനാണെങ്കിലും അവൾ തൻ്റെ ഭാര്യയാണ്. അങ്ങനെയൊരു ബന്ധത്തിന് താനെങ്ങനെ പെട്ടു? തനിക്ക് പരിചയമുള്ള ഒരു പെണ്ണ് ഒരു ഡോക്ടറാണെന്നറിയാം. അവൾ തനിക്ക് മുന്നിൽ ഒരാവശ്യം പറഞ്ഞപ്പോൾ അതേ ആവശ്യം തനിക്കുണ്ടായത് കൊണ്ട് മാത്രം ഓക്കെ പറഞ്ഞതായിരുന്നു വിവാഹത്തിന്. അതിനും അപ്പുറത്തേക്ക് അവളെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല, ആലോചിച്ചില്ല, അന്വേഷിച്ചില്ല. ആ സമയത്ത് തൻ്റെ ആവശ്യം നടക്കട്ടെ എന്ന് മാത്രം കരുതി. താൻ എന്തുകൊണ്ട് ഇത്രയും ചെറിയൊരു കാര്യമായിട്ട് തൻ്റെ വിവാഹത്തെ കണ്ടു? എത്ര ആലോചിച്ചിട്ടും അവൻ ആ മറുപടി കിട്ടുന്നുണ്ടായിരുന്നില്ല. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ആലോചിച്ച് മാത്രം ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു അവൻ. പക്ഷേ ഇത്രത്തോളം ഈ കാര്യത്തെക്കുറിച്ച് താൻ ആലോചിച്ചില്ല എന്നവന് മനസ്സിലായി. എന്തായാലും തെറ്റുപറ്റി, തിരുത്താൻ ഇനിയും തനിക്ക് സമയമുണ്ട്. എത്രയും പെട്ടെന്ന് തിരുത്തിയാൽ അത്രയും നല്ലത്. ഇതും ആലോചിച്ച് ജയ് മീനുവിനെ വിളിച്ചു. ജയ്യുടെ ഫോൺ കണ്ട സന്തോഷത്തിൽ തന്നെ മീനു ഫോൺ എടുത്തു. ഹലോ. അവളുടെ ആ ഹലോ പോലും അവന് വ്യത്യസ്തമായി തോന്നി. ഹലോ, എന്താ തിരക്കിലാണോ? ഇല്ല, എന്താ തിരക്ക്? ഞാനിപ്പോൾ ഫ്രീ ആണ്. ഞാനിപ്പോൾ വിളിക്കാമെന്ന് വിചാരിച്ചതാ. അവളുടെ വാക്കുകളിൽ നല്ല സന്തോഷമുണ്ടെന്ന് അവന് തോന്നി. എന്തു പറ്റി? നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ആണോ? എന്തു പറ്റി? സന്തോഷിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? കാരണങ്ങൾ ഒരുപാടുണ്ട്. അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ തൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അത് വിട്. ഞാൻ തന്നോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വിളിച്ചത്. എന്താ പറയേ? അത് നമ്മൾ എത്ര നാളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? പിരിയാനാണെങ്കിൽ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കണ്ടേ? വീട്ടുകാരോട് എന്തു പറയാനാ തൻ്റെ മനസ്സിലുള്ള തീരുമാനം? എനിക്ക് മനസ്സിലായില്ല, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ജയ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാതെ മീനു സംശയത്തോടെ ചോദിച്ചു. അല്ലടാ, നമ്മുടെ ഡിവോഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ 1 വർഷത്തേക്കാണെന്നല്ലോ വിവാഹം. അപ്പോൾ പിരിയുന്നതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ. പിരിയുന്ന സമയത്ത് വീട്ടുകാരോട് എന്ത് കാരണം പറയാനാ തൻ്റെ മനസ്സിലുള്ള പ്ലാൻ? അതറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. മീനു ശരിക്കും നെട്ടി. ഡിവോഴ്സോ? ഇവനിതെന്തൊക്കെയാ പറയണേ? ഇവനെന്നെ ഇത്രത്തോളം സ്നേഹിച്ചിട്ട് ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ മനസ്സറിയാൻ വേണ്ടി പറയാണോ? ഓ, അതിനെന്താ?
വീട്ടുകാരോട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നമുക്ക് രണ്ടുപേർക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പിരിയാം. അതിനെക്കുറിച്ചൊക്കെ നീ എന്തിനാ ഇപ്പോഴേ ചിന്തിക്കുന്നേ? നമുക്ക് മുന്നിൽ ഇനിയും സമയമുണ്ടല്ലോ. അവൾക്ക് അങ്ങനെയാണ് തോന്നിയത്. തൻ്റെ മനസ്സറിയുക, അതായിരിക്കും ചിലപ്പോൾ അവൻ്റെ ഉദ്ദേശം. ഉം, അല്ല, ഞാൻ പറഞ്ഞതാ, ആ സമയത്ത് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാവല്ലോ, അതാ ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് പിരിയാണെന്ന് പറഞ്ഞാൽ വീട്ടുകാരോട് സമ്മതിക്കണ്ടേ? പിന്നെ എനിക്ക് ഈ ഡിവോഴ്സിൻ്റെ പ്രോസസ്സിനെ കുറിച്ചൊന്നും അറിയില്ല, ഞാനൊന്ന് അന്വേഷിക്കാം. ഈ സിനിമയിലൊക്കെ കണ്ടത് വെച്ചാണെങ്കിൽ എന്തോ 6 മാസം കൂടി അവർ നീട്ടുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്തോ സംഭവം ഉണ്ടെന്ന്. കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചൂടെ? ഇനിയൊരു 6 മാസം കൂടി അതിൻ്റെ പേരിൽ കളയണ്ടല്ലോ. ഇവരെന്നെ ടെസ്റ്റ് ചെയ്യല്ലേ? ഇവനെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരിക്കും ടെസ്റ്റ് ചെയ്യുക തന്നെ ആയിരിക്കുമോ? ജെയ്, നമ്മൾ തമ്മിൽ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് തന്നെയല്ലേ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയത്? ഈ ഒരുമിക്കണമെന്നുള്ളത് നമ്മുടെ തീരുമാനമായിരുന്നു. പിരിയണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അതിലൊന്നും നീ ഇത്രയ്ക്ക് ചിന്തിക്കാനും തലവഹിക്കാനൊന്നും ഇല്ലല്ലോ. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒന്ന് ശരിയാക്കി വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് ശരിയാക്കാം. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം. ഇനിയും സമയമുണ്ടല്ലോ. അതൊന്നും വലിയ കാര്യമൊന്നും അല്ല ജെയ്. പിന്നെ പിന്നെ അവൾ പറഞ്ഞ പിന്നയ്ക്ക് ശേഷം വീണ്ടും അവൻ ആ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ അവൾക്ക് മനസ്സിലായി, തൻ്റെ മനസ്സറിയുക, അതാണ് അവൻ്റെ ഉദ്ദേശം. പിരിയണമെന്ന് പറയുമ്പോൾ താൻ എന്തു പറയുമെന്നറിയുക. ഇപ്പം കൊള്ളാം, മനസ്സിൽ സ്നേഹം വെച്ചാലും എന്നോടത് പറയാനുള്ളൊരു മടി. അതാ ഇപ്പം ഇവൻ്റെ ഉദ്ദേശം. അങ്ങനെ ഇപ്പോൾ എൻ്റെ വായിന്ന് കേൾക്കണ്ട, നിനക്ക് പറഞ്ഞോളൂ എന്താ. അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കേണ്ട ചെയ്യും. പ്രത്യേകിച്ചൊന്നും ഞാൻ പറയാൻ വന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നെ താനെന്താ ഒരു പിന്നെ പറഞ്ഞേ? അത് പിന്നെ എന്ന് പറഞ്ഞത് ഏ അങ്ങനെയല്ല. നമുക്കിനി ഒരുപാട് സമയമുണ്ടല്ലോ. ഇപ്പോഴേ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ വേറെ കുറേ കാര്യത്തിലൊക്കെ ബിസിയാണ്. നിനക്കറിയാലോ, ഇപ്പോൾ ഹോസ്പിറ്റലും മോളെ കാര്യമൊക്കെ. അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, സോറി. ഞാൻ തന്നെ ബുദ്ധിമുട്ടിച്ചോ? ഇല്ലില്ല, നോ നോ, അങ്ങനെയൊന്നുമില്ല. നിന്നേക്കാൾ വലിയൊരിതൊന്നും എനിക്കിവിടെ ഇല്ല. ഞാൻ പറഞ്ഞതാ. എന്ത് മനസ്സിലായില്ല? അങ്ങനെയല്ല. ഇപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും എനിക്ക് നിൻ്റെ കാര്യം കൂടി നോക്കണമല്ലോ. അതെന്താ അങ്ങനെ? ആ, അത് അത് നീ എൻ്റെ പേരനാണെങ്കിലും ഭർത്താവാണല്ലോ. ഓ, അങ്ങനെ. അമ്മ പറഞ്ഞ ആരായിരിക്കും അല്ലേ? നീ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങാ. പിന്നെ നോക്കണ്ടേ? എൻ്റെ വീട്ടുകാരുടെ പരാതി ഞാൻ നിനക്ക് നല്ലൊരു ഭാര്യയല്ല എന്നല്ലേ? അപ്പം പിന്നെ അവർക്കൊന്ന് തെളിയിച്ചു കൊടുക്കണ്ടേ ഞാൻ നിനക്ക് നല്ലൊരു ഭാര്യയാണെന്ന്? ഓ, അങ്ങനെ. അപ്പം മോളിനി നല്ല ഭാര്യയായിട്ട് അഭിനയിക്കാൻ പോവാ? ആ, അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കണ്ടേ നല്ല ഭാര്യയായിട്ട്? അപ്പം പിന്നെ ഞാൻ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും എന്നർത്ഥം അല്ലേ? മീനു ഒന്ന് ചിരിച്ചു. നീ എന്താ ചിരിച്ചേ? ഞാൻ സത്യമല്ലേ പറഞ്ഞേ? നിൻ്റെ യഥാർത്ഥ സ്വഭാവം തന്നെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ നിൻ്റെ അഭിനയം കൂടിയായ ഞാൻ അതുകൂടി സഹിക്കണ്ടേ എന്നോർത്തതാ ഞാൻ. അവൻ പറഞ്ഞ മറുപടി അവൾക്കല്പം വേദനിച്ചുവെങ്കിലും അത് സത്യമാണെന്ന് അവന് തോന്നി. എൻ്റെ യഥാർത്ഥ സ്വഭാവം പോലെ ആയിരിക്കില്ല എൻ്റെ അഭിനയമെങ്കിലോ? അത് സത്യം തന്നെയല്ലേ, അതങ്ങനെ തന്നെയല്ലേ വരിക. നിൻ്റെ യഥാർത്ഥ സ്വഭാവം അവർ മനസ്സിലാക്കിയതുകൊണ്ടല്ലേ നീ ഇപ്പം അഭിനയിക്കാൻ തീരുമാനിച്ചേ. അപ്പം പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ, അതെനിക്കറിയാമല്ലോ.
ഇങ്ങനെ എന്നെ കളിയാക്കല്ലേ പ്ലീസ്. ഞാൻ കളിയാക്കിയതല്ല, ഞാനൊരു സത്യം പറഞ്ഞതാ. ഉം. മീനു ഒന്നും മിണ്ടിയില്ല. ശരിയെന്നാ, എന്തായാലും ആ ഒരു കാര്യം നിന്നോട് പറയണമെന്ന് വിചാരിച്ചാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, പിരിയുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവരുത്, പിന്നെ വീണ്ടും 6 മാസം നീട്ടുന്നൊരവസ്ഥ വരരുത് എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് ആലോചിച്ച് നീ ചെയ്യുമല്ലോ അല്ലേ? അതോ ഞാൻ നോക്കണോ? ആ, ഇവരെന്താ വീണ്ടും തന്നെ പറയുന്നത്? എൻ്റെ മനസ്സിലുള്ളത് അറിയാനോ? വേണ്ട, അങ്ങനെ നീ പറയണ്ട. ആ ആ ഞാൻ തന്നെ ചെയ്തോളാം, അതൊന്നും നീ ടെൻഷൻ ആവണ്ട. ഇത്രയൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്ത്, അപ്പോൾ ഇതും ഞാൻ തന്നെ ചെയ്തോളാം, അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ വെക്കട്ടെ. ആ, ഓക്കെ, ബൈ. ഓക്കെ, ബൈ. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും ജയ്ക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവളെക്കുറിച്ചുള്ള ചിന്തകൾ അവനെ വല്ലാണ്ട് അലട്ടിയിരുന്നു. ഇന്നു മുതൽ ഒരുപക്ഷെ അവൾ നല്ല ഭാര്യ അഭിനയം തുടങ്ങും. അവൾ ഇത്രയും വലിയൊരു കോടീശ്വരിയാണെന്ന സത്യത്തിന് മുന്നിൽ തനിക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. എങ്കിലും എങ്ങനെ അവൾ തൻ്റെ ഭാര്യയായി? ആ ചിന്ത അവനെ വല്ലാണ്ട് വിയപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ജയ്യെ തേടി ഒരു ഫോൺ കോൾ. അത് അമ്മുവായിരുന്നു. ഹലോ. ഹലോ, ആരാത്? ആ, എൻ്റെ ശബ്ദം കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. എവിടെയോ കേട്ടൊരു പരിചയമുണ്ട്, അത്രേ ഉള്ളൂ, അല്ലാതെ ഓർമ്മയില്ല. അവൻ നമ്പർ വീണ്ടും ഒന്ന് നോക്കി. തനിക്ക് പരിചയമില്ലാത്ത നമ്പർ തന്നെ, പക്ഷെ തനിക്ക് പരിചയമുള്ള ശബ്ദം. എന്താണ് മനുഷ്യന്മാരെ ഇങ്ങനെയൊക്കെ മറക്കാൻ പാടുണ്ടോ? അതും ഇത്ര പെട്ടെന്ന്. അമ്മു, അമ്മു അല്ലേ? ആ, ഭാഗ്യം, ഓർത്തെടുത്തല്ലോ. അല്ല, മോളെന്താ ഈ സമയത്ത്? എന്താ ഈ സമയത്ത്? എനിക്കെൻ്റെ ബ്രോയെ വിളിക്കാൻ പാടില്ലേ? അയ്യോ, അങ്ങനല്ല, എന്താ ഈ സമയത്ത് എന്ന് ചോദിച്ചതാ. ഞാൻ ട്രെയിൻ കയറി ബ്രോ, തിരിച്ചു പോവാൻ ഞാൻ. ആണോ? എന്നിട്ട് പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. പോകുന്നതിന് മുമ്പ് ബ്രോയെ വിളിക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാ. ബ്രോ പിന്നെ ഉറങ്ങാണോ എന്നൊക്കെ ഒരു സംശയം, അതുകൊണ്ടാണ് വിളിച്ചത്. അപ്പോൾ ഈ സമയത്തോ? ഇപ്പം പിന്നെ എനിക്ക് ഭയങ്കര ബോറടിച്ചു ബ്രോ, അതുകൊണ്ടാ. ട്രെയിനിൽ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ഞാൻ വിളിച്ചതാ. ശരി. മോൾ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ് ബ്രോ, പക്ഷേ വല്ലാത്തൊരു ബോറടി, അത്രേ ഉള്ളൂ. പിന്നെ അല്ല, മോക്ക് എവിടുന്നാ എൻ്റെ നമ്പർ? ബ്രോയുടെ നമ്പർ എന്താ സംഘടിപ്പിക്കാൻ പറ്റാത്തൊരു നമ്പറാണോ? അല്ലല്ലോ, പിന്നെന്താ? അല്ല, മോക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചതാ. ഞാൻ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. മുത്തശ്ശിയുടെ ഫോണിന്നോ? മുത്തശ്ശിയുടെ ഫോണിന്നാ. ആദ്യം മുത്തശ്ശിയോട് ചോദിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ എന്തിനാ ചോദിക്കുന്നതെന്ന് വിചാരിച്ചു, ഞാൻ അങ്ങ് അടിച്ചു മാറ്റി. ഓക്കെ ഓക്കെ. എന്തെങ്കിലും കഴിച്ചായിരുന്നോ നീ? ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചു. ശരി. മോളെ ആരാ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടേ? ഡ്രൈവർ. ഞാനെപ്പോഴും ഡ്രൈവറുടെ കൂടെ തന്നെയാണ് വരാറ്. ഓ, ഓക്കെ. ബ്രോ, ഉറക്കം വരുന്നോ ബ്രോക്ക്? ഇല്ല, ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്, ഇതുവരെ ഉറങ്ങാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് സംസാരിച്ചാലോ ബ്രോ? എനിക്ക് വല്ലാണ്ട് ബോറടി, ഇനി ഒരുപാട് നേരം ഇതിനകത്ത് ഇരിക്കണ്ടേ, ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ടാ. അതിനെന്താ മോളെ, സംസാരിക്കാമല്ലോ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്.
എന്തിനാ മോളെ ഈ താങ്ക് യു താങ്ക് യു? ഏ അല്ല ബ്രോ, എനിക്കങ്ങനെ എന്താ പറയുക, ഒന്ന് ബോറടിക്കുമ്പോൾ സംസാരിച്ചിരിക്കാൻ പറ്റിയ ഫ്രണ്ട്സൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു ആരെയാ വിളിക്കണ്ടേന്ന്. അപ്പോഴാ എനിക്ക് ബ്രോയുടെ മുഖം ഓർമ്മ വന്നത്. അതാ ഞാൻ ബ്രോയെ വിളിച്ചത്. അതെന്താ മോക്ക് ഫ്രണ്ട്സൊന്നും ഇല്ലാത്തെ? ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ ഈ സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റിയ ഫ്രണ്ട്സ് ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടാൻ ആരെങ്കിലും റെഡി ആവണ്ടേ? ആ ഗണത്തിൽ ആരുമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓ, അങ്ങനെ. ബ്രോ ആണെങ്കിൽ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടും എന്ന് തെളിയിച്ച ഒരാളല്ലേ? ഞാൻ തെളിയിച്ചോ? അതെങ്ങനെ? പിന്നെ അല്ലാണ്ട് ഒരു രാത്രി മുഴുവൻ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയില്ലേ? പോരാത്തതിന് ഒരു കുറ്റവും അതും ഏറ്റെടുത്തില്ലേ? അപ്പോൾ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടാൻ തയ്യാറായി എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഓ, അങ്ങനെ. നമുക്ക് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെയല്ലേ? അതായിരിക്കും. ആ പറഞ്ഞതിന് വേറൊരർത്ഥം കൂടിയില്ലേ? ആം, അതെന്താ? ബ്രോ എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ? ഓ, അങ്ങനെ. പിന്നെ തീർച്ചയായിട്ടും. ആ, ഒന്നുമില്ലെങ്കിലും എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ പേരക്കുട്ടിയല്ലേ താൻ. ആ ഒരു സ്നേഹം എനിക്ക് തന്നോട് ഉണ്ടാവുമല്ലോ. ഓ, ആ സ്നേഹം, ആ റൂട്ടിലുള്ള സ്നേഹം, അല്ലാതെ എന്നോടുള്ള സ്നേഹമല്ല അല്ലേ? മോളോട് അത്രയൊക്കെ സ്നേഹം കാണിക്കാൻ എനിക്ക് മോളെ നേരത്തെ പരിചയമില്ലല്ലോ. ഓ, അപ്പം ആ റൂട്ടിലുള്ള സ്നേഹം കാരണം എന്നോട് അത്രയും സ്നേഹം കാണിച്ചത്. മോളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ലാതെ എന്നെ ശരിക്കും ഇഷ്ടമായിട്ടല്ല. ഇഷ്ടമാവോക്കെ? മോളെന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടല്ലേ എന്നാ ഞാൻ ചോദിച്ചത്. എന്താ എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ലേ? ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു രാത്രി മുഴുവൻ ഒരുമിച്ചിരുന്നതല്ലേ? എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? മോളുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് വല്യേട്ടനോട് പറഞ്ഞിരുന്നു. ഒരു പാവം കൊച്ചാണെന്ന്. സത്യമായിട്ടും സത്യമായിട്ടും. എന്നാ ഓക്കെ. എന്താ മോളെ ചിരിച്ചേ? ഏയ്, ഒന്നുമില്ല. ആ, ബ്രോയുടെ ഈ മോളെ വിളി കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അതെന്താ, മോളെ ആരും മോളെന്ന് വിളിക്കാറില്ലേ? ഇല്ല, ഇപ്പം ഞാൻ വലുതായില്ലേ, അപ്പോൾ എന്നെ മോളെന്ന് വിളിക്കാനൊന്നും ഇപ്പം ആൾക്കാരില്ല. ഓ, അങ്ങനെ. ചെറുപ്പത്തിൽ വിളിച്ചിരുന്നു അല്ലേ? ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ എല്ലാവരും വിളിക്കുമല്ലോ. എനിക്ക് ഈ മോളെ വിളി ഭയങ്കര ഇഷ്ടമാണ്. ബ്രോ എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ വല്ലാത്തൊരു സുഖം. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ തന്നെ വിളിച്ചോളാം. മോളെ എന്ന് തന്നെ പോരെ? ഓക്കെ. ഞാൻ ബ്രോ എന്ന് വിളിക്കുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ആ, താങ്ക് യു ബ്രോ. എന്താണെന്നറിയില്ല ബ്രോ, എനിക്ക് ഈ മുജ്ജന്മത്തിലൊന്നും വിശ്വാസമില്ല ബ്രോ. പക്ഷേ ബ്രോയുടെ കാര്യത്തിൽ എനിക്കെന്തോ അതിലൊക്കെ വിശ്വസിക്കാൻ തോന്നുന്നു. ആ, അതെന്താ എൻ്റെ കാര്യത്തിലൊരു മുജ്ജന്മം? അല്ല, പെട്ടെന്നൊരാൾ നമ്മുടെ ലൈഫിൽ കടന്നു വരിക, അയാൾ നമുക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുക, അയാൾ നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത്, എന്താ പറയണ്ടേ, അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ? ഞാനാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊരാളോട് കണക്റ്റ് ആവുന്നൊരു ക്യാരക്ടറേ അല്ല. എന്നിട്ടും ബ്രോയുടെ കാര്യത്തിൽ ഞാൻ വല്ലാത്ത, എന്താ പറയണ്ടേ, ആ രാത്രി മുഴുവൻ ഞാൻ അനുഭവിച്ച ഒരു ഫീലുണ്ട് ബ്രോ. അതൊന്നും ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ചിട്ട് പോലുമില്ല. ബ്രോ ആരാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നല്ലോ. എന്നിട്ട് പോലും ബ്രോയുടെ കൂടെ ഞാൻ വല്ലാത്തൊരു സുരക്ഷിതത്വം എന്നൊക്കെ നമുക്ക് തോന്നില്ലേ? അങ്ങനെയൊക്കെ ഒരു ഫീലായിരുന്നു എനിക്ക്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും ശാന്തമായിട്ടൊരു ഉറങ്ങിയ രാത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു.
അത്രയ്ക്ക് ശാന്തമായിട്ടാണ് എൻ്റെ ആ ഒരു രാത്രി കടന്നുപോയത്. ഹോസ്പിറ്റലിലെ ടെൻഷനിൽ നിന്നിട്ടാണെങ്കിൽ പോലും ആം, വല്ലാത്തൊരു മനസ്സമാധാനമുള്ളൊരു രാത്രിയായിരുന്നു എനിക്കത്. അപ്പോൾ എനിക്ക് തോന്നി ബ്രോയും ഞാനും തമ്മിൽ എന്തോ ഒരു മുജ്ജന്മ കണക്ഷൻ ഉണ്ടെന്ന്. ബ്രോയ്ക്ക് എങ്ങനെ തോന്നിയോ? ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ബ്രോയ്ക്ക് എങ്ങനെ തോന്നിയോ ഇല്ലയോ എന്ന് ആദ്യം പറ. അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള മറുപടിയൊന്നും എനിക്ക് വേണ്ട. ആ, എനിക്കും തോന്നിയിരുന്നു. മുജ്ജന്മം എന്നൊന്നുമില്ല, എന്നാലും എനിക്ക് ഒരു മകളെ കിട്ടിയൊരു ഫീൽ ഉണ്ടായിരുന്നു. സത്യമായിട്ടും സത്യമായിട്ടും. അപ്പോൾ ഞാൻ ബ്രോയെ അച്ഛാന്ന് വിളിക്കണോ? അച്ഛാന്ന് വിളിക്കാൻ ഓൾറെഡി ഒരാളില്ലേ? അതെ, അങ്ങനെ ഒരാളുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ആ പേര് വിളിക്കാത്തത്. വേണ്ട, ബ്രോന്ന് തന്നെ മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ബ്രോ ഡാഡിന്ന് വിളിച്ചാലോ? എൻ്റെ മോളെ, നിനക്ക് എന്താണോ വിളിക്കാൻ തോന്നുന്നത് അത് വിളിച്ചോ, എനിക്ക് പ്രശ്നമില്ല. ഓക്കെ. ബ്രോ ബ്രോ കല്യാണം കഴിച്ചതാണോ? ആം, കല്യാണോ? അതെ, ബ്രോ കല്യാണം കഴിച്ചതാണോ? കണ്ടിട്ട് കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അല്ല, ഇപ്പം എല്ലാവരും ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ബ്രോയെ കണ്ടിട്ട് കല്യാണം കഴിച്ച ഒരു ലുക്കില്ല, അതുകൊണ്ട് കഴിച്ച് കാണില്ല അല്ലേ? അതിന് എന്ത് മറുപടി പറയണമെന്ന് അവൻ അറിഞ്ഞില്ല. അവൻ മനസ്സിൽ പറഞ്ഞു, അതേ മോളെ, ഞാൻ കല്യാണം കഴിച്ചതാണ്. നിന്റെ അമ്മയാണ് എൻ്റെ ഭാര്യ. അത് പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരി വന്നു. ഇല്ല മോളെ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, നമുക്കിനി ആലോചിക്കാം എന്ന് വിചാരിക്കുന്നു. അവൻ അവളോട് അങ്ങനെയൊരു മറുപടി പറഞ്ഞു. വെരി ഗുഡ്. കല്യാണമൊന്നും പെട്ടെന്ന് കഴിക്കരുത് ബ്രോ, അതാണ് എൻ്റെ അഭിപ്രായം. അതെന്താ മോളെ? കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു തരം ഡേർട്ടി ബിസിനസ്സാണ്. ഏ, മോളെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ അല്ലാണ്ട് ഒരു വൃത്തികെട്ട പരിപാടി, അത്രയേ ഉള്ളൂ. കല്യാണത്തോട് മൂക്കെന്താ ഇത്രയും ദേഷ്യം? ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അങ്ങനെ ഒരു വേർഡൊന്നും ഉപയോഗിക്കാൻ പാടില്ല മോളെ. ഇതൊക്കെ സത്യമല്ലേ ബ്രോ? കല്യാണം എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വൃത്തികേട് പരിപാടി തന്നെയാണ്. വല്ലാത്തൊരു വൃത്തികേട്, അത്രയേ ഉള്ളൂ. ഈ മോളെ, എന്താ അങ്ങനെ പറയാൻ കാരണം? ആ, കല്യാണം കഴിക്കുന്നതുകൊണ്ടാണല്ലോ മക്കളുണ്ടാവുന്നത്. ഏ, കല്യാണം കഴിക്കുന്നുകൊണ്ടാണല്ലോ മക്കളുണ്ടാവുന്നതെന്നോ? അതെ, കല്യാണം കഴിച്ചുകൊണ്ടാണല്ലോ കുട്ടികൾ ഉണ്ടാക്കുന്നത്. എന്നിട്ടോ അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാം. അനുഭവിക്കുന്നത് ഉണ്ടാക്കുന്ന കുട്ടികളാണല്ലോ, അത് പിന്നെ അവർക്ക് പ്രശ്നമല്ലല്ലോ. കല്യാണം എന്നുള്ള ഒരു പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആം, മോള് എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? സത്യല്ലേ ബ്രോ ഞാൻ പറഞ്ഞത്? ബ്രോ ഒന്ന് ആലോചിച്ച് നോക്ക്. മാരേജ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ കുട്ടികൾ ഉണ്ടാകുമായിരുന്നോ? ഇല്ലല്ലോ. ആ, അല്ല, പ്രേമിച്ചിട്ട് ആരും പ്രഗ്നൻ്റ് ഒന്നും ആവില്ലല്ലോ. മോളെ, മോളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ, വേണ്ട ബ്രോ, അതിനെക്കുറിച്ച് ചർച്ച നമുക്ക് വേണ്ട, വിട്ടേക്ക്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കാണ് അത്, വിട്ടേക്ക്. എൻ്റെ വെറുതെ എൻ്റെ മൂഡ് പോകും ബ്രോ, അതൊക്കെ സംസാരിച്ചിരുന്ന. വേറെ എന്തെങ്കിലും സംസാരിക്കാം. ബ്രോയെക്കുറിച്ച് പറ, ഞാൻ കേൾക്കാം. അയ്യോ, എന്നെക്കുറിച്ച് ഞാൻ എന്താ പറയണ്ടേ? ബ്രോയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ബ്രോ ഏതുവരെ പഠിച്ചു? ഇപ്പം എന്താ ജോലി ചെയ്യുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയേ, ഞാൻ കേൾക്കട്ടെ. അയ്യോ, എൻ്റെ വീട്ടിൽ എനിക്ക് പപ്പയും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ 4 പെങ്ങന്മാർ, അവർ ഭർത്താക്കന്മാരുടെ വീട്ടിലാണ്. ഓ, ബ്രോ ഒറ്റ മോനാണോ? അതെ, ഞാനും ഒറ്റ മോളാണ്. സത്യം പറഞ്ഞ ഒറ്റ മോനാണെങ്കിലും ബ്രോയ്ക്ക് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് വലിയൊരു ബോറടി തോന്നി കാണില്ല അല്ലേ?
എൻ്റെ കാര്യം മൊത്തത്തിൽ ബോറടി മാത്രമാണ്. ഓ, അതെന്താ മോളെ അങ്ങനെ? അതങ്ങനെ തന്നെയല്ലേ ബ്രോ. ഈ അച്ഛനമ്മമാർക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹം, എന്താ ബ്രോ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ വീണ്ടും ഈ ടോപ്പിക്കൊക്കെ തന്നെ വന്നു അല്ലേ. നമുക്കത് വിടാം ബ്രോ. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. ഞാൻ എന്നെക്കുറിച്ച് ബ്രോയോട് പറയട്ടെ? ആ, പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. എന്നെക്കുറിച്ചിപ്പോൾ ഞാൻ എന്താ ബ്രോയോട് പറയുക? മോളെക്കുറിച്ച് മോൾക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അത് മോള് പറയും, ഞാൻ കേൾക്കാം. ഓക്കെ ബ്രോ, ഒരു മിനിറ്റ് ബ്രോ, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഞാൻ ബ്രോയെ വിളിക്കാം. ആ, ഓക്കെ മോളെ, എന്നാൽ ശരി, ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ ബ്രോ, ഗുഡ് നൈറ്റ്. ഇതും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. അവൾ പറഞ്ഞ ആ വാക്കുകളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അവന് തോന്നി. വിവാഹത്തെ മീനുവിനെ പോലെ അവൾ എതിർക്കുന്നുണ്ട്. അവൾക്കത് ഏറ്റവും വലിയ തെറ്റായൊരു തീരുമാനമാണെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട്. എന്തൊക്കെയോ അവളുടെ ഹൃദയത്തിലുണ്ട്. അവൾ താൻ കരുതുന്നതിനേക്കാളും ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ട്. എന്തായിരിക്കും അവൾ അങ്ങനെയൊക്കെ പറയാനുണ്ടായ കാരണങ്ങൾ? ചിയുടെ മനസ്സിൽ ആ ചിന്തയായിരുന്നു ആ സമയം മുഴുവൻ. അവൻ അടുത്തതായി അവൾ വിളിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.